കണ്ണൂർ ജില്ലയിലെ എന്നല്ല കേരളത്തിലെ തന്നെ UDFന്റെ കോൺഗ്രസിന്റെ ആദ്യത്തെ മണ്ഡലങ്ങളിലൊന്ന് എൻ്റെ മണ്ഡലമാണ് ഇരിക്കൂർ. ഇരിക്കൂരിൽ സാധാരണ നിലയ്ക്ക് ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആശങ്കയ്ക്കൊന്നും അല്ലെങ്കിൽ അടിസ്ഥാനമില്ല. ഇരിക്കൂരിൽ മത്സരിക്കുന്നത് നിലവിൽ സിറ്റിംഗ് MLA സജീവ് ജോസഫ് വീണ്ടും മത്സരിക്കുന്നു. മാത്യു കുന്നപ്പള്ളി LDFന് വേണ്ടി മത്സരിക്കുന്നു. ശ്രീനാഥ് പത്മനാഭൻ NDAക്ക് വേണ്ടിയും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ 10,000-ൽ പരം വോട്ടുകൾക്കാണ് സജീവ് ജോസഫ് ജയിച്ചത്. അതിനു മുമ്പ് 9,000-ൽ ചില്ലറ വോട്ടുകൾക്ക് KC ജോസഫ് വിജയിച്ചു. പക്ഷേ കഴിഞ്ഞ 2 തവണത്തെയും രാഷ്ട്രീയ സാഹചര്യമല്ല. എനിക്ക് ഈ സർവേ റിസൾട്ട് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് സജീവ് ജോസഫ് ജയിക്കുന്ന ട്രെൻഡാണെന്നാണ് പറയാനുള്ളത്. അതെ, അങ്ങനെയുള്ള ഒരു സൂചനയാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് പോവാം. UDF 52.2, LDF 40.17, NDA 7.63, 12% മുൻതൂക്കം. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം സജീവ് ജോസഫിന് കിട്ടും. അതെ, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം കണ്ണൂർ ജില്ലയിൽ UDFന് വലിയ വെല്ലുവിളികളൊന്നുമില്ലാതെ ജയിക്കാൻ പറ്റുന്നൊരു സീറ്റ്. പ്രത്യേകിച്ച് അവിടെ നമ്മൾ സർവേ എടുക്കുമ്പോൾ തന്നെ മുൻതൂക്കം സജീവ് ജോസഫിനായിരുന്നു. അവിടെ ഒരു മത്സര സ്വഭാവം ഉണ്ട് എന്ന് വിലയിരുത്താൻ പറ്റില്ല. ഈ ഒരു ലീഡിൽ വളരെ കംഫർട്ടബിളായി സജീവ് ജോസഫ് ഇരിക്കൂർ നിലനിൽക്കുന്നു. 1982 മുതൽ KC ജോസഫ് ജയിക്കുന്ന മണ്ഡലമാണ്. അദ്ദേഹം 2016 വരെ ജയിച്ചു. 2021 സജീവ് ജോസഫ് ജയിച്ചു. കഴിഞ്ഞ തവണ കുറച്ച് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വേണമെങ്കിൽ ഭൂരിപക്ഷം 10,000-ൽ എത്തി എന്നുള്ളതേ ഉള്ളൂ. അതിൽ കവിഞ്ഞുള്ള ഒരു ആകാംക്ഷയ്ക്ക് ഇടമില്ല ഇരിക്കൂറിൽ.